ബാക്ക്. ഇന്നൊരു അടിപൊളി ചിക്കൻ റോസ്റ്റിൻ്റെ റെസിപ്പിയാണ് കേട്ടോ. അപ്പോൾ ഇത് ഭയങ്കര ടേസ്റ്റിയാണ്. അതുപോലെ നമ്മുടെ വീട്ടിലുണ്ടാവുന്ന ഇൻഗ്രീഡിയൻസ് വെച്ചിട്ട് എളുപ്പത്തിൽ തയ്യാറാക്കാൻ പറ്റുന്ന ഒരു ചിക്കൻ റോസ്റ്റ്, ഒരു നാടൻ രീതിയിലുള്ള ഒരു ചിക്കൻ റോസ്റ്റ് കേട്ടോ. അപ്പോൾ ഇതിനായിട്ട് വേണ്ടത് 5 മീഡിയം സൈസുള്ള സവാള എടുത്തിട്ടുണ്ട്, അതുപോലെ 2 തക്കാളി എടുത്തിട്ടുണ്ട്, 3 പച്ചമുളക്, പിന്നെ കറിവേപ്പിലിൻ്റെ തണ്ട് കേട്ടോ. ഇതാ എല്ലാം കൂടി ഒന്ന് കട്ട് ചെയ്യുന്നുണ്ട്. സവാളയും പച്ചമുളകും ആ ഒരു മിക്സിയിൽ ഇട്ടിട്ട് ഞാനൊന്ന് കട്ട് ചെയ്തെടുക്കുന്നുണ്ട്. ഇത് തക്കാളിയും ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം അതൊന്ന് മാറ്റി വെക്കാം. ഇത് ഞാൻ ചിക്കൻ പീസസ് ഇങ്ങനെയാട്ടോ കട്ട് ചെയ്തിട്ടുള്ളത്. ചെറിയ ചിക്കൻ പീസസാണ് ഇതിന് വേണ്ടത്. ഞാനിപ്പോൾ ഒരു വീഡിയോക്കുള്ള ഭംഗിക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ ഒരു മീഡിയം സൈസുള്ള ചിക്കൻ പീസസ് എടുത്തതേ ഉള്ളൂ. ഒരു ചൂടായ പാനിലേക്ക് ഇതാ 1 കപ്പ് ഓയിൽ ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. പിന്നെ നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ അത് യൂസ് ആക്കാം കേട്ടോ. ഞാൻ ഇപ്പോൾ ഓയിൽ യൂസ് ആക്കിയതേ ഉള്ളൂ. കട്ട് ചെയ്ത സവാളയും പച്ചമുളകും കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കാം കേട്ടോ. നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കണം. ഒന്ന് അധികമായിട്ടൊന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ഞാനൊരു 1 മിനിറ്റ് ഒന്ന് അടച്ചു വെച്ചിട്ട് വേവിക്കുന്നുണ്ട് കേട്ടോ. അതിനുശേഷം 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. അതൊന്ന് വഴണ്ട് വരുന്ന ടൈമിൽ ഇത് ഞാൻ തക്കാളി കട്ട് ചെയ്തതുകൂടി ഇട്ട് കൊടുക്കുന്നുണ്ട്. പിന്നെ ആവശ്യത്തിന് ഉപ്പ് കൂടി ഇട്ട് കൊടുത്തിട്ട് നന്നായിട്ടൊന്ന് വഴറ്റിയെടുക്കുന്നുണ്ട് കേട്ടോ. ഇത് അടച്ചു വെച്ചിട്ട് തന്നെ ഒന്ന് വേവിക്കുന്നുണ്ട്. അത് നല്ലതുപോലെ ഒന്ന് വഴണ്ട് വരാൻ വേണ്ടിയിട്ടാട്ടോ. 1 മിനിറ്റ് 2 മിനിറ്റ് അങ്ങനെ ഞാൻ അടച്ചു വെക്കുന്നുള്ളൂ. എന്താ ഒന്ന് വഴണ്ട് വന്നതിന് ശേഷം 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 2.5 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡർ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ കാശ്മീരി ചില്ലി പൗഡർ ഇല്ലെങ്കിൽ സാധാ മുളക് പൊടിയാണെങ്കിൽ നിങ്ങൾ 1 ടീസ്പൂൺ അങ്ങനെ ഇട്ട് കൊടുത്താൽ മതി. ഇപ്പോൾ കാശ്മീരി ചില്ലി പൗഡർ ആയതുകൊണ്ട് കേട്ടോ ഞാൻ 2.5 ഇട്ട് കൊടുക്കുന്നത്. അപ്പോൾ കാശ്മീരി ഉണ്ടെങ്കിൽ അത് തന്നെ എടുക്കാൻ നോക്കുക, അതായിരിക്കും ബെസ്റ്റ്. നല്ല കളറൊക്കെ കിട്ടാൻ ഹെൽപ്പ് ആക്കും കേട്ടോ. അപ്പോൾ ഇതാ ഞാൻ ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ചിക്കൻ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കുന്നുണ്ട്. അത് എൻ്റെ കയ്യിൽ വീഡിയോ സ്കിപ്പായി പോയിട്ടാ, അതുകൊണ്ടാണ് കാണിക്കാത്തത്. അപ്പോൾ അതാ ചിക്കൻ ഇട്ടിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അതിൻ്റെ മുകളിലായിട്ട് കറിവേപ്പില ഇട്ട് കൊടുത്തിട്ട് ഒന്ന് 5 മിനിറ്റ് നന്നായിട്ട് ഒന്ന് മിക്സ് ആക്കിയതിന് ശേഷം അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട്. ഇതാ ഞാൻ അടച്ചു വെച്ച് വേവിച്ചതിന് ശേഷം വെള്ളം പോരാന്ന് തോന്നിയത് കൊണ്ട് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് മിക്സ് ആക്കി വെക്കുന്നുണ്ട് കേട്ടോ. ഒന്ന് അടച്ചു വെച്ച് വേവിക്കുന്നുണ്ട് കേട്ടോ. ഒരു 10 മിനിറ്റ് ഒന്ന് വേവിച്ചാൽ മതി. അതിനുശേഷം നന്നായിട്ടൊന്ന് വരട്ടിയെടുക്കണം. വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്നേരം ഒന്ന് വരട്ടിയെടുക്കാം. ശേഷം ഇതാ വരണ്ട് വന്നതിന് ശേഷം ഇതാ 1/2 കപ്പ് തേങ്ങാപ്പാലാട്ടാ യൂസ് ആക്കിയിട്ടുള്ളത്. ഇതാ തേങ്ങാപ്പാൽ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ടൊന്ന് വറ്റിച്ചെടുക്കുക. ശേഷം വേണമെങ്കിൽ മാത്രം കുറച്ച് കുരുമുളക് പൊടിയും കറിവേപ്പിലയും ഇട്ട് ഒന്ന് വഴറ്റിയെടുത്തതാ നമ്മുടെ അടിപൊളി ചിക്കൻ റോസ്റ്റ് തയ്യാറായിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇതാ പ്ലേറ്റിലേക്ക് സെർവ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇതെന്തായാലും ട്രൈ ചെയ്ത് നോക്കുക. ഇത് അടിപൊളിയാണ്. ഇങ്ങനെ ഒരു പൊറോട്ടയൊക്കെ ഉണ്ടെങ്കിൽ നമ്മളെ ഡിന്നറിനേക്ക് പിന്നെ വേറെ ഒന്നും നോക്കണ്ട, അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കുക, എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. അപ്പോൾ ഇതൊരു മസ്റ്റ് ട്രൈ ആണെന്ന് തന്നെ പറയാം. അടിപൊളി കോംബോ ആട്ടാ ഈ ചിക്കൻ റോസ്റ്റും പൊറോട്ടയൊക്കെ. പിന്നെ നമ്മുടെ അപ്പത്തിനൊക്കെ അടിപൊളിയാട്ടാ. അപ്പവും ചിക്കൻ റോസ്റ്റൊക്കെ ഉണ്ടെങ്കിൽ പിന്നെ നമുക്ക് വേറെ ഒന്നും വേണ്ട മലയാളികൾക്ക്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബായ്.